ഹായ് ഹലോ, നമുക്കൊരു അടിപൊളി വാൾ ഡെക്കോർ ഉണ്ടാക്കിയാലോ. നിങ്ങളുടെ വീട്ടിലത്തെ വാളും സ്റ്റഡി ടേബിളിൻ്റെ വാളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാൾ ഡെക്കോർ അവിടെ പരീക്ഷിക്കാം. അപ്പോൾ അതിനയച്ച് ഫോം ബോർഡും റെക്റ്റാങ്കിൾ പീസിൽ വലുതാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫോം ബോർഡ് ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചെടുക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് അതിന് യൂസ് ചെയ്യാം. ഇനി കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ്, ഫോം ബോർഡാണെങ്കിൽ ഫോം ബോർഡ്. എന്നിട്ട് അതിലേക്ക് ഒരു ബ്രൗൺ കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലാക്കിലേക്ക് ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കിട്ടും. അതും കൂടി ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കിൻ കളർ 2-3 ഡോട്ട്സ് എടുത്തിട്ട് ഒന്നാകെ ഇട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിൻ്റെ മേൽക്കൂടി കുറച്ച് ബ്ലാക്കും കൂടി എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു കളർ കിട്ടും. അതിനൊരു 10-15 മിനിറ്റ് ഉണക്കാൻ വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നീളത്തിലും വെട്ടിയെടുത്തിട്ട് ചെറുതോ വലുതോ അങ്ങനെ മിക്സഡ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഒരു പാറ്റേണാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ചെറുത്, പിന്നെ അതിനെക്കാട്ടി വലുത്, പിന്നെ അതിനെക്കാട്ടി വലുത്, പിന്നെ ചെറുത്, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ പോസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് അതൊന്ന് ടാപ്പ് കൊണ്ട് ഒന്ന് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം നല്ല ശ്രദ്ധിച്ചൊട്ടിയില്ലെങ്കിൽ അത് പണിയാവും. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്ലവറിൻ്റെ ലീഫിലൊക്കെ ഫ്ലവേഴ്സിൽ ഇതളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെയാണ് വേണ്ടത്. ഇത് ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് നമുക്കതൊന്ന് 4 പോസ്റ്റേഴ്സ് ആകുമ്പോൾ 4 ഇതളുകൾ വേണം. അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുക്കുമ്പോൾ അതും വേണം ഒരു 5 മിനിറ്റ് വെക്കാൻ, അല്ലെങ്കിൽ ഫോം ബോർഡിന് ഇളകിപ്പോരും. അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി വോളിൽ ഒട്ടിക്കാനുള്ള ഡബിൾ സൈഡ് ടാപ്പ് വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ടാപ്പോ എടുത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഈ ഡബിൾ സൈഡ് ടാപ്പ് ഞാൻ 4 എണ്ണത്തിൽ ഒട്ടിച്ചിട്ട് ഞാൻ പീൽ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വാളിൽ ഒട്ടിച്ച റിവ്യൂ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റട്ടെ, ബൈ ബൈ.